അടുത്ത ദിവസം അതിരാവിലെ തന്നെ തൻ്റെ ബൈക്കിൽ ജയകൃഷ്ണൻ കൃഷ്ണപുരത്തേക്ക് പുറപ്പെടുന്നു. സന്ധ്യയോടെ ജയകൃഷ്ണൻ കൃഷ്ണപുരത്തെത്തി. ഹരി ജോലിക്ക് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടെ നിന്നും ഹരിയെയും കൂട്ടി അമ്പലക്കുളത്തിലെ ആൽമരച്ചുവട്ടിൽ വന്നു. ബൈക്കിൽ നിന്നും ഇറങ്ങി ആ ആൽമരച്ചുവട്ടിൽ ഇരുവരും വന്നിരുന്നു. ശേഷം ജയകൃഷ്ണൻ താൻ വന്നതെന്തിനാണെന്നുള്ള കാര്യവും തുടർന്ന് തൻ്റെ വീട്ടിൽ നടന്നതുമായ എല്ലാ കാര്യങ്ങളും ഹരിയോട് പറയുന്നു. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഹരി പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് ജയകൃഷ്ണനോട് പറയുന്നു. ഒപ്പം അതിൻ്റെ കാര്യകാരണങ്ങളും ഹരി ജയകൃഷ്ണനോട് പറഞ്ഞു. ആ കാര്യകാരണങ്ങൾ അത് മറ്റൊന്നുമായിരുന്നില്ല. ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിലുള്ള പ്രണയം ഇവിടെ അറിയാവുന്നത് ഹരിക്കും ദേവൂട്ടിക്കും മാത്രമാണ്. പിന്നെ ഇക്കാര്യം ദേവൂട്ടി അവളുടെ അനുജത്തിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും മാത്രമാണ് അറിയാവുന്നത്. ആ നിലയ്ക്ക് ഇനി ഇക്കാര്യം ദേവൂട്ടിയുടെ അപ്പാവോടും അമ്മാവോടും പറയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം പെട്ടെന്ന് ചെന്ന് പറയാൻ കഴിയുമോ? അതിനും കഴിയില്ല. പിന്നെ സമാധാനപരമായി ഇക്കാര്യം അവരോട് പറഞ്ഞാലോ? അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്കെന്നല്ല മറ്റ് ഏതൊരച്ഛനമ്മമാർക്കും കഴിയില്ല. അതിവിടെയും സംഭവിക്കും. അതുകൂടാതെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് സാമ്പത്തികമാണ്. ജയകൃഷ്ണനെപ്പോലെ സമ്പന്നനായ ഒരാൾക്കൊപ്പം സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന തട്ടിൽ ജീവിക്കുന്ന അയ്യർ തൻ്റെ മകളെ, അതും സംസാരശേഷി പോലുമില്ലാത്ത തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുമോ എന്നത് സംശയം തന്നെയാണ്. അങ്ങനെ 1000 സംശയങ്ങളും ചോദ്യങ്ങളുമായി ഇരുവരും കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. ഒടുവിൽ ജയകൃഷ്ണൻ നാളെ രാവിലെ തന്നെ അയ്യരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവുകയാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ഹരിയെയും കൂട്ടി ഹരിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് മനസ്സിൽ മറ്റൊന്നുകൂടി ജയകൃഷ്ണൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. അയ്യർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന നിലപാടെടുത്താൽ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കില്ല. അവരുടെ മുന്നിൽ വെച്ച് തനിക്കൊപ്പം വരാൻ ദേവൂട്ടിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കും. സമ്മതമാണെങ്കിൽ അവളുടെ കൈപിടിക്കും. എന്നിട്ട് അവളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങും. അങ്ങനെ പലതും കൂട്ടിയും കിഴിച്ചും ഇരുവരും ഹരിയുടെ വീട്ടിലെത്തി. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞതും ഹരിയുടെ അച്ഛൻ ഇടയ്ക്കിടെയുള്ള ജയകൃഷ്ണൻ്റെ ഈ വരവിൽ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ഹരിയോട് ജയകൃഷ്ണൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കാനായി ഹരിയെ വിളിക്കുന്നു. എന്നാൽ ആ വിളി കേട്ടുകൊണ്ട് ഹരിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് ജയകൃഷ്ണനായിരുന്നു. തുടർന്ന് ഹരിയുടെ അച്ഛൻ്റെ അടുത്തെത്തിയ ജയകൃഷ്ണൻ യാതൊരുവിധ മുഖവുരയും കൂടാതെ താനും ദേവൂട്ടിയുമായുള്ള പ്രണയവും അതേ തുടർന്ന് ഇപ്പോൾ തൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ അദ്ദേഹത്തോട് പറയുന്നു. ഹരിയെപ്പോലെ വളരെ സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപെടുന്ന ഒരാളായിരുന്നു ഹരിയുടെ അച്ഛൻ നാരായണമൂർത്തി. അതുകൊണ്ടാണ് ജയകൃഷ്ണൻ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോടും ഒരു പേടിയുമില്ലാതെ തുറന്നു പറഞ്ഞത്. ഒപ്പം നാളെ തനിക്കും ഹരിക്കുമൊപ്പം ദേവൂട്ടിയെ ചോദിക്കാനായി അയ്യരുടെ വീട്ടിലേക്ക് അദ്ദേഹവും വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സമയം ജയകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്ന ഹരിയുടെ അച്ഛൻ അല്പസമയം നിശബ്ദനായി നിന്നു. തുടർന്ന് എന്തോ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതിനു ശേഷം അവനോട് ഒപ്പം ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. ഈ സമയം മുറ്റത്ത് ജയകൃഷ്ണനും നാരായണമൂർത്തിക്കും ഒപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടു നിന്ന ഹരിയെ ഹരിയുടെ പെങ്ങൾ ഉമ വന്ന് വിളിച്ചു. അതേ തുടർന്ന് ഹരി അവൾക്കരികിലെത്തി. അങ്ങനെ അവൾക്കരികിലെത്തിയ ഹരിയെ ഉമ അകത്ത് അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് മുറിയിലെത്തിയ ഹരിയോട് അനുജത്തി ഉമ ഒരു കാര്യം പറഞ്ഞു. ഒപ്പം അത് നടത്തിത്തരണമെന്നും ഹരിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തൻ്റെ പെങ്ങൾ ഉമയുടെ ആ ആവശ്യവും ആഗ്രഹവും കേട്ട് ഒരു നിമിഷം ഹരി സ്തംഭിച്ചു നിന്നു പോകുന്നു. ഒപ്പം എന്തു മറുപടിയാണ് താൻ അതിന് തൻ്റെ പെങ്ങൾക്ക് നൽകേണ്ടത് എന്നറിയാൻ കഴിയാതെ നിന്നു പതറി. തുടർന്ന് ആ അമ്പരപ്പിലും ഞെട്ടലിൽ നിന്നും ഉണർന്ന ഹരി പെങ്ങളെ വിളിച്ചു. ഉമേ, നീ എന്താണ് എന്നോട് പറഞ്ഞതെന്നും ആവശ്യപ്പെട്ടതെന്നും തിരിച്ചറിയാനുള്ള ബോധം നിനക്കില്ലാതെ പോയോ? നീ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല ജയകൃഷ്ണൻ. അവൻ നിന്നെ കാണുന്നത് അവൻ്റെ പെങ്ങളെ പോലെയാണ്. എന്നാലും ഉമേ, നീ ഇത്രയ്ക്കൊരു മണ്ടിയായി പോയല്ലോ. പെങ്ങളെപ്പോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്ന അവനെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടത് മോശമായിപ്പോയി. ഇതറിയുമ്പോൾ അവൻ എന്താവും കരുതുക? ഞാൻ എങ്ങനെ പിന്നെ അവൻ്റെ മുഖത്ത് നോക്കും? നിനക്കറിയാമോ, നിന്നെ പെങ്ങളുടെ സ്ഥാനത്ത് കാണുന്ന അവൻ ഇന്ന് അവൻ്റെ ജീവനു തുല്യം സ്നേഹിക്കുന്ന മറ്റൊരു പെണ്ണുണ്ട് ഈ നാട്ടിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ അയ്യരുടെ മകൾ ദേവൂട്ടിയാണ്.
അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനാണ് അവൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് തന്നെ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്നോട് പറഞ്ഞ ഈ ഒരു കാര്യം നീയും ഞാനും മാത്രമല്ലാതെ മറ്റൊരാൾ ഇനി ഇത് അറിയാൻ പാടില്ല, കേട്ടല്ലോ? മാത്രമല്ല, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ നീ അതെല്ലാം മാറ്റിക്കളയുക. കാരണം നിന്റെ ഒരാഗ്രഹവും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ജയകൃഷ്ണൻ അവൻ എന്താണെന്നും അവൻ്റെ മനസ്സെന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഇവിടെ ജയകൃഷ്ണനെ ആദ്യമായി കണ്ട നിമിഷം മുതൽ തന്നെ ഉമയ്ക്ക് അവനോട് വല്ലാത്ത ഒരുതരം ആരാധനയായിരുന്നു. പിന്നീട് ആ ആരാധന വളർന്നു അവനോടുള്ള പ്രണയമായി തീർന്നു. ഇപ്പോൾ അവളുടെ ആ പ്രണയം അത് അവളുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾ ഇക്കാര്യം തൻ്റെ ആങ്ങളയോട് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഹരി പറഞ്ഞ കാര്യം കേട്ട് ഉമയുടെ മനസ്സ് ആകെ തകർന്നു പോകുന്നു. തൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം തകർത്തെറിയപ്പെട്ടിരിക്കുന്നു. ഒരു വിങ്ങിപ്പൊട്ടലോടെ ഉമ കട്ടിലിലേക്ക് വീണു. തൻ്റെ മനസ്സിലെ സങ്കടം തീരുവോളം ആ രാത്രി മുഴുക്കെ അവൾ കരഞ്ഞു. ഒടുവിൽ എല്ലാം മനസ്സിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉറങ്ങിയും എന്നാൽ ഉറങ്ങാൻ കഴിയാതെയും ഉമ നേരം വെളുപ്പിച്ചു. എന്നാൽ ഇവിടെ ജയകൃഷ്ണൻ്റെ അവസ്ഥയും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. ദേവൂട്ടിയെക്കുറിച്ചും അവളുടെ വീട്ടുകാരെക്കുറിച്ചും ഓർത്ത് അവനും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ആ രാത്രി.